ഹലോ, വെൽക്കം ബാക്ക് ടു മൈ 7 Seas മല്ലു. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ ചരിത്രപ്രധാനമായ ഒരു അമേരിക്കൻ ഹിസ്റ്ററിയിലെ ഒരു ലാൻഡ്മാർക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്ത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ സ്റ്റേ ആൻഡ് വാക്ക് വിത്ത് അസ് സോ വി ക്യാൻ സീ ദ പ്ലേസ് ടുഗദർ. I'll explain whatever I see on the landmark. Thank you for visiting my channel, and we can continue walk and I'll explain to you. നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന നമ്മളിപ്പോൾ കാണുന്നത് സെൻറ്റർ ഓഫ് ദ ബോസ്റ്റൺ, അതായത് സിറ്റി ഓഫ് ബോസ്റ്റണിൻ്റെ സെൻട്രൽ ഹൃദയ ഭാഗമാണ്. ഇവിടെ നിന്നാണ് സീ സൈഡിലേക്കുള്ള വാക്കിംഗ് ട്രെയിൽസും അതുപോലെ ബ്രിഡ്ജസ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരിട്ട് അവിടെ വണ്ടി നിർത്താൻ സാധിക്കത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് വാക്ക് വഴി നടന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ലാൻഡ് മാർക്കിലേക്ക്, അതായത് ഹിസ്റ്ററി ഓഫ് വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇൻ അമേരിക്ക ഓർ ബോസ്റ്റൺ. ഇതാണ് നമ്മൾ സാധാരണഗതിക്ക് പുറമേ കാണുമ്പോൾ ഉള്ള പെട്ടെന്നുള്ള ഒരു ലാൻഡ് മാർക്ക്, ഒരു മോണിമൽ പിക്ചർ. അതാണ് ബോസ്റ്റണിൻ്റെ സെൻറ്റർ ഓഫ് ദ സിറ്റി. ഇവിടെ നിന്ന് നടന്ന് റൈറ്റ് സൈഡിലൂടെ നമുക്ക് നേരെ ഈ വാക്ക് വേ വഴി അതിൻ്റെ തൊട്ടടുത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കാത്തത് ഭയങ്കര വിൻഡുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് അത് റെക്കോർഡ് ചെയ്യുന്നത്. അവിടുന്ന് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. അതുപോലെ വണ്ടിയുടെ സൗണ്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്ക് ചെയ്യുന്നു. സ്റ്റേ കം വിത്ത് അസ്. നമുക്ക് കൂടുതലായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെയാണ് ആ പ്രധാനമായ ഇതാണ് ലൊക്കേഷൻ. ഇവിടെയാണ് 1773 നടന്ന ആ ചരിത്ര സംഭവം, ബോസ്റ്റൺ ടീ പാർട്ടി. അത് ഈ വാട്ടർ ലെവലിലാണ് നടന്നത്. അത് ദൂരെ കാണുന്നതാണ്. നമ്മൾ തൊട്ടടുത്തേക്ക് നടക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാം. താങ്ക് യു. ഹലോ, വെൽക്കം ബാക്ക് ടു 7 Seas മല്ലു. Thanks for watching 7 Seas Mallu. I'm going to show you today a landmark in the Boston. It is the Boston Tea Party. Tea Party happened here in this place. It's the real original place of the Tea Party. In long back, the teachers were thrown into this sea due to the tax problems. So you can research on that on the Google. So what is Boston Tea Party? So when I came here long back, I was really, first time I'm seeing, I was looking on the water. Is there any tea left on any tea water is there? But really not. But it's been long back. But I just want to let you know, this is the real Boston Tea Party. And we will show you all the surrounding areas to the Boston. This is one of the main locations in Massachusetts, Boston, state of Boston, city of Boston. Continue watching. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങും ഈ ലൊക്കേഷനിലുമാണ് ഷിപ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് 3 ഷിപ്പ് 1773 ഡിസംബർ 16 ടീ ചെസ്റ്റുമായിട്ട് വന്നത്. അന്ന് ടാക്സ് പ്രോബ്ലംസ് ഉണ്ട്. 20 ദിവസത്തെ എൻ്റെ ഡ്യൂ ഡേറ്റ് ഉണ്ട്. അതിന് മുമ്പിൽ ഒരു ടാക്സ് അടച്ചില്ലെങ്കിൽ അത് അവർക്കൊരു പ്രശ്നമാകും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ടീ ചെസ്റ്റെല്ലാം വാട്ടറിലേക്ക് എറിയപ്പെടാനുണ്ടായ ചരിത്ര സംഭവം. എൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്ത്, ഇതൊരു അമേരിക്കൻ ഹിസ്റ്ററിയുടെ ഒരു പാർട്ടാണ്. മിക്കവാറും എല്ലാ സ്റ്റുഡൻസും പഠിക്കുന്നതാണ്. അപ്പം നമ്മൾ ആ ലൊക്കേഷനിലേക്ക് ഇവിടെ ദൂരം ഒന്ന് കണ്ടാലും നമുക്ക് ഒട്ടും കാണില്ല. അവിടെയാണ് ഷിപ്പുകളെല്ലാം വന്ന് എത്തിയത്. അതിൻ്റെ ഒരു 2 സാമ്പിൾസ് ഷിപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആണ്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്കിന് അത് ക്ലോസ് ആയി. പക്ഷേ ഐ കുഡ്ന്റ് ഗെറ്റ് ഇൻ ടു ദ ഇൻസൈഡ് ദ ബിൽഡിങ്ങിനകത്ത് ഒരു കുറേ ഷോപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഷിപ്പിലെ മോഡൽസിലൊക്കെ കയറാം. പക്ഷെ എനിക്ക് സാധിച്ചില്ല. എങ്കിലും ആ ലൊക്കേഷൻ കാണിക്കുക എന്നുള്ളതാണ് പ്രധാനമായി. ഇത്
നമ്മൾ ഈ സൈഡ് വഴിയാണ് നേരെ ആ ഭാഗത്തോട്ട്. കുറച്ച് നല്ല ദൂരം നടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്ലീസ് വാക്ക് വിത്ത് മീ. ഐ നോ യു ഡോണ്ട് ഗെറ്റ് ടയർഡ്, ഐ ഗെറ്റ് ടയർഡ്. എനിവേ, it's a very nice walk because it's not too hot. It's a very nice breeze from the sea. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നതാണ്. ഇവിടെ വളരെയധികം ആൾക്കാർ വരും, പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആകുമ്പം ഒരു ഫാമിലിയിലെ കുഞ്ഞുങ്ങളുമായിട്ട് വരും. ഇതിൻ്റെ തൊട്ടടുത്താണ് ചിൽഡ്രൻസ് പാർക്ക്. ഞാനവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ചിൽഡ്രൻസ് മ്യൂസിയം. ആ ചിൽഡ്രൻസ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫീൽഡ് ട്രിപ്പൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ചരിത്രം പഠിക്കുവാനും അവർക്ക് വളരെയധികം ലേൺ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്. രണ്ടും ഒരേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മളതിന് പോകുന്ന സൈഡിൽ ഞാൻ എൻ്റെ ചിൽഡ്രൻസ് മ്യൂസിയം കാണിക്കാം. എനിവേ, പ്ലീസ് വാക്ക് വിത്ത് മീ. താങ്ക് യു. നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന കൃത്യമായിട്ട് അറിയാം, ഈ ബിൽഡിങ്ങുകളൊക്കെ എത്രയോ ക്ലോസ്ഡ് ആണ് ഈ ലൊക്കേഷനോടെ. ഇത് ഒരു ഷിപ്പിൻ്റെ മോഡലാണ്. അതിൻ്റെ അതർ സൈഡിൽ വേറെ ഷിപ്പുണ്ട്. അവിടെ ഈ ഷിപ്പ് വന്നതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും. ഇതാണ് ഒരു പ്രധാനമായ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. എവരിബഡി ഇഫ് കെയിം ടു ബോസ്റ്റൺ ദി ഫസ്റ്റ് എൻക്വയർഡ് അബൌട്ട് വേർ ഇസ് ബോസ്റ്റൺ ടീ പാർട്ടി. സോ അതാരും പഠിക്കാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ബേസിക്കലി അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഓൺ എ വിൻ്റർ നൈറ്റ് ഓൺ Thursday, December 16th, the tea crisis in the Boston came to a head. Members of the Sons of Liberty, disguised as a Mohawk Indian, were armed with an assortment of axes. They quietly boarded 3 ships carrying cargoes of British East India Company tea, moved at a Giffin's Wharf. ഈ വാർഫിൻ്റെ പേര് ഗിഫിൻസ് വാർഫ് എന്നാണ്. In a span of 3 hours, 340 chests of British East India Company tea were smashed and dumped into the Boston Harbor. 3 മണിക്കൂറിനുള്ളിലാണ് ഈ 340 ചെസ്റ്റ് അവർ ഇത് ഡംപ് ചെയ്ത്. അതിൻ്റെ കാരണം ടാക്സ് പ്രോബ്ലമാണ് ബിഹൈൻഡിൽ. പക്ഷേ അതൊരു വലിയ ചരിത്ര സംഭവമായി. And over 92,000 pounds of tea were destroyed and thrown into the harbor. അങ്ങനെയാണ് അവിടെ ചരിത്രം എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും വലിയ ചിസ്റ്റേഴ്സുകളെല്ലാം ഈ വാട്ടറിലേക്ക് ഡംപ് ചെയ്തുകൊണ്ട് ആ ഒരു ചരിത്ര സംഭവമായി. The implication of the impact of the Boston Tea Party were enormous. The event directly relates to the sparkling of American Revolution on April 19, 1775. അമേരിക്കൻ റെവല്യൂഷൻ ഉള്ളൊരു സ്പാർക്കിംഗ് ഇവൻ്റായിട്ട് തീർന്നു. അപ്പം ഇതാണൊരു ചരിത്ര സംഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഒരു ഇമ്പാക്റ്റും ഇല്ല എങ്കിലും ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അത് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഇത് കാണുക എന്നുള്ള ഏറ്റവും ലൈഫിലെ ഒരു വലിയൊരു ആഗ്രഹമാണ്. കാരണം എല്ലാ ചരിത്ര സംഭവങ്ങളും എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ ഇത് വളരെ ഈസിയാണ് നമുക്ക് കാണാനും വിസിറ്റ് ചെയ്യാനും കുറച്ചുകൂടി ഒരു മെമ്മറൈസ് ചെയ്യാനൊക്കെ ഒത്തിരി പ്രയോജനം ചെയ്യും. നമ്മൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ റോവേഴ്സ് ഉണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇവിടുന്ന് സീയിലോട്ടും കയറാം. ഇതിനകത്തുനിന്നുള്ളൊരു ചാൾസ് റിവർ തൊട്ടടുത്താണ്. അവിടെയും അവർ ഇതാണ് എൻ്റെ ഫ്രണ്ട് എൻഡാണ്. അവിടെ നിന്ന് അത് സീയാണ്. സീയുടെ ഫ്രണ്ട് എൻഡിൽ ഇങ്ങോട്ട് അകത്തേക്ക് കപ്പലുകളൊക്കെ അന്ന് വരുമായിരുന്നു. ഇത് കപ്പലുകൾ നമ്മൾ പറയുമ്പോൾ വലിയ വലിയ കപ്പലുകളല്ല, ചെറിയ അവിടെ കിടക്കുന്ന മോഡൽസാണ്. അല്ലാതെ ഇന്ന് കാണുന്ന ക്രൂസ് ഷിപ്പുകളൊന്നുമല്ല. ഇപ്പം നമ്മൾ ഈ ബോസ്റ്റണിലല്ല മിക്കവാറും സിറ്റിയിലൊന്നും ക്രൂസ് ഷിപ്പ് അല്ലാതെ അല്ല ട്രാവലിംഗ് ഷിപ്പായിട്ട് പണ്ടത്തെ പോലെ വരുന്ന ഷിപ്പുകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ഇറ്റ് ഇസ് എ കാർഗോ ഷിപ്പ്. അതിനടുത്തുള്ളൊരു പോർട്ടുണ്ട്, അവിടെ എല്ലാ കാർഗോ ഷിപ്പുകളും. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കാർഗോ ഷിപ്പ് വരുന്ന ഒരു ഐലൻഡിൻ്റെ സൈഡ് കാണിച്ചിരുന്നു. അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ കണ്ടാൽ അവിടെയാണ് അതെല്ലാം ചരക്കുകളൊക്കെ ഇറക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായി ഇത് കാണിക്കാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് ആ ചെറിയ ഷിപ്പിൽ കയറാനുള്ള സാധിച്ചില്ല, കാരണം ഞങ്ങൾ ചെന്നപ്പോൾ സമയം പോയി കഴിഞ്ഞു. പക്ഷെ എന്നാലും ബിസി ഇല്ലായിരുന്നു. അല്ലാത്ത ദിവസങ്ങളെല്ലാം ഭയങ്കര ക്യൂ ആണ് ഇതിൽ ഫ്രണ്ടിൽ. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ ഔട്ട് ഓഫ് കൺട്രിയാണ് കൂടുതലും ഇവിടെ വരുന്നത്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്,
ഇവിടെ വരുന്നവരെല്ലാം ഇത് കാണാതെ ആരും പോകത്തില്ല. അപ്പം അങ്ങനെയൊരു നല്ല ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കുറേ ഹിസ്റ്ററികളും അതുപോലെ അവിടെ സറൗണ്ടിങ് ഏരിയാസ് എവർ ടു വിസിറ്റ് ഫോർ എ റൈഡ് എവറിത്തിങ് വിൽ ബി ദെയർ. അതുപോലെ അവിടെ ടിക്കറ്റ് വാങ്ങിക്കാനുള്ള കൗണ്ടറുണ്ട്. ഇവിടെ ഇതിൻ്റെ ചരിത്രങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഡിസ്ട്രോയ് ചെയ്തത്, എൻ്റെ കാരണങ്ങളൊക്കെ എന്താണ്. നമ്മൾ ചരിത്രത്തിലുണ്ട്, പ്രത്യേകിച്ച് ഇത് വായിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചരിത്രം പഠിക്കുന്നവർക്ക് ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാം. അങ്ങനെ ആ ഭാഗം കണ്ട്, പക്ഷേ അകത്ത് കയറാനുള്ള ചാൻസ് കിട്ടിയില്ല. അകത്ത് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അത് ക്ലോസ്ഡായി. പ്രത്യേകിച്ച് കാര്യമില്ല, ടീ വാങ്ങിക്കാം, അതുപോലുള്ള പല പല കാര്യങ്ങൾ ലൈക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. സോവനിയേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ, അതൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. ഈ ഒരു ബ്രിഡ്ജ് പണ്ട് പൊക്കുന്ന ബ്രിഡ്ജായിരുന്നു. കപ്പലുകൾ വന്നാൽ മേളിലേക്ക് പൊക്കും. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്റ്റാച്ചു ആണ്. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായി അറിയില്ല, ഞാൻ അതിൻ്റെ താഴെ എഴുതിയതായിട്ട് കണ്ടില്ല. അപ്പം ഇതാണ് പ്രധാനമായ ഒരു ഐക്കണാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ. ബോസ്റ്റൺ ടീ പാർട്ടി ഇത് കൊണ്ടുവന്ന ആളാണോ അതോ അതിന് അന്നത്തെ ഒരു ആരാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഞാൻ നോക്കി അവിടെ പേര് പോലെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ല. കാരണം അത് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഇതാണ് ഇതിൻ്റെ അകത്തെ ഷോപ്പുകൾ. ഷോപ്പ് പല സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതൊക്കെ കൂടുതലും ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വളരെയധികം ഇൻട്രസ്റ്റാണ്. ഇവിടുന്ന് അമേരിക്കയെ വിസിറ്റ് ചെയ്യാൻ മേടിച്ചുകൊണ്ട് പോകുന്ന പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനമായ സ്ഥലം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള സീ സൈഡിലേക്ക് പോവുകയാണ്. ആ പോകുന്നതിന് സൈഡിലായിട്ട് തന്നെയാണ് ഈ ചിൽഡ്രൻസ് മ്യൂസിയം ഉള്ളത്. ചിൽഡ്രൻസിനുള്ള വേറെ വലിയ മ്യൂസിയമുണ്ട്. ആ മ്യൂസിയം എന്ന് പറയുന്നത് ദ ഹോൾ ഡേ വി നീഡ് ടു സ്പെൻഡ് ഇറ്റ് ഇറ്റ്സ് ഓൾ സയൻസ് ബേസ്ഡ് മ്യൂസിയമാണ്. ഇതുമെല്ലാം സയൻസ് ബേസ്ഡ് അല്ല, അത് വെറും മ്യൂസിയമല്ല. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ സൈഡിലുള്ളത്. I believe I already got that on this video. Just watch it. ഞാൻ അകത്ത് കയറിയപ്പോൾ അത് ക്ലോസ്ഡായി, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വേറെ ഷിപ്പ് അവിടെ കിടക്കുന്നതാണ്. ഇതിൻ്റെ ഒരു വേറെ മോഡലാണ്. ഇതിൽ നമുക്ക് കയറാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അന്ന് എന്തോ പ്രിസർവ് ചെയ്ത ഇതിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അത് കാണുമ്പോൾ വളരെയധികം ചരിത്രത്തോടൊരു ഓർമ്മ വരും. ഈ ബിഹൈൻഡ് ദ സീനാണ് ഇതിൻ്റെ എല്ലാം. ഈ വാർഫ് ഏരിയ ആണ്, ബോസ്റ്റൺ വാർഫ് എന്ന് പറയും, ഗിഫിൻ വാർഫ്. ഇവിടെ മറ്റ് ബോട്ടുകൾക്കൊന്നും വരാൻ സാധിക്കത്തില്ല, ഇതൊരു മോണുമെൻറ്റ്സ് ഏരിയ ആയതുകൊണ്ട്. അപ്പം അതെല്ലാം ഔട്ട് സൈഡിലാണ്. പിന്നെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമല്ലേ, അല്ലെങ്കിൽ ഫുള്ളി ലൈസൻസ്ഡ് വേണം അങ്ങോട്ട് കയറാനായിട്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. നമ്മളവിടുത്തെ കാഴ്ച കണ്ടു. ആ പാർക്കിലേക്ക് ക്വിക്കായിട്ടൊന്ന് കയറി ഇവിടെ എന്തുണ്ടെന്ന് അറിയാമല്ലോ. ഇവിടെയും കുറച്ച് ഒരു ഷിപ്പിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളിവിടെ വന്ന് I think every day if you come here you can see a lot of kids playing around here. പ്രത്യേകിച്ച് സ്കൂൾ കഴിഞ്ഞുള്ള സമയത്തൊക്കെ ഇവിടെ ബോസ്റ്റൺ സിറ്റിയിൽ താമസിക്കുന്നവർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റുള്ള ഒരു നല്ലൊരു ഏരിയയാണ്. പക്ഷേ ഇതുപോലെ ഇത്രയും വലിയ ബിസിയുള്ള സ്ഥലത്ത് ഇത്രയും നല്ലൊരു പാർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സീ സൈഡാണ്. ഇവിടെ നിന്നാണ് ഒരുപാട് ഈ ചെറിയ ചെറിയ യാട്ട്സുകൾ, വലിയ വലിയ ബോട്ടുകൾ ഒക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. പ്രൈവറ്റ് ആയിട്ടുള്ള ടൂറ്, അതുപോലെ സൈറ്റ് സീയിങ്, വെയിൽ വാച്ച്, ഇങ്ങനെയൊക്കെ. ഇതിൻ്റെ തൊട്ടടുത്തല്ല, ഞാൻ ചെടിയുടെ ഇടയ്ക്കൂടെ ഒന്ന് പോയി
ഒരു നല്ലൊരു മൈതാനമുണ്ട്. അവിടെ നമുക്ക് ഇരിക്കുകയോ ഫോട്ടോഷൂട്ട് നടത്താനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെയും അതിൻ്റെ സീ സൈഡും ഒക്കെ വളരെ ക്വയറ്റാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല, പുറത്താണ് എല്ലാവരും. പക്ഷെ ഒരു തിക്കോ തിരക്കോ ഒരു ഒന്നും വൃത്തികേടായിട്ടുള്ള എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വെരി നൈസ്ലി പ്രിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ആൻഡ് നിങ്ങൾക്ക് കാണാം പല തരത്തിലുള്ള ചെടികളും ഫ്രൂട്ട്സും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് എന്തൊക്കെയോ ചെടികളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. കൂടുതലായിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. നമുക്ക് കുറേ നേരം എടുത്തുകൊണ്ട് നിൽക്കാൻ സാധിക്കത്തില്ലല്ലോ. മുന്നോട്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് കാണിച്ചത് ഈ സൈഡിലും ഇതുപോലുള്ള പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ടാണ്. പാർക്കുകളെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും സീ സൈഡിൽ ചിലർക്ക് കാറ്റ് കൂടുതലടിച്ചാൽ ചിലപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായെങ്കിലും വളരെ സൗമ്യം വളരെ സമാധാനമായിട്ടിരിക്കാൻ പറ്റിയൊരു പാർക്ക് കൂടെ സൈഡിലുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പാർക്കിനകത്തുള്ള ഒരു ചെറിയൊരു ബോട്ടിൻ്റെ സാമ്പിളാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് കളിക്കുന്നത് കാണാം. നമ്മൾ ഈ ബോസ്റ്റണിന് അടുത്തുള്ള ബോസ്റ്റൺ ടീ പാർട്ടി കണ്ടു. അതിനുള്ള അടുത്തുള്ള നമ്മൾ ചിൽഡ്രൻസ് മ്യൂസിയത്താണ് ഒരു ദിവസം കാണിക്കുന്നുണ്ട്. ഒരു 8 to 15 ഒക്കെ പറ്റിയ പിള്ളേർക്ക് പറ്റിയ മ്യൂസിയമാണ്. ഒരുപാട് എഡ്യൂക്കേഷണൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ് വരുന്ന ഒരു നല്ല ഒരു വ്യൂ ആണ്. അതിൻ്റെ അടുത്തുള്ളൊരു കൊച്ചു പാർക്കാണ്. ഇതിന് പട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിപ്പോൾ പിള്ളേർ കളിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് ഇതിൽ കയറാൻ പറ്റിയില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർ ക്ലോസ്ഡ് ആണ്. ബോസ്റ്റൺ ടീ പാർട്ടിക്കകത്ത് സാധാരണയായിരിക്കും നമ്മൾ ഷോപ്പ് അടച്ചു പോയി. അതുപോലെ തന്നെ നമുക്ക് അതിലുള്ള ഷിപ്പിൽ, അതായത് ഒരു സാമ്പിൾ ഷിപ്പാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് ടീച്ചേഴ്സ് കൊണ്ട് വന്ന ഷിപ്പിൽ നമുക്ക് കയറാൻ സാധിച്ചില്ല. കാരണം ഇന്ന് വരാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് വലിയ ബിസി ഇല്ല. അല്ലാത്ത ദിവസങ്ങളിൽ ഈ ഭാഗത്തോട്ട് അടുക്കാൻ പാടുണ്ട്. എങ്കിൽ നമ്മൾ പുറമേയുള്ള കണ്ടല്ലോ, ഇത് അന്ന് വന്ന ഷിപ്പിൻ്റെ മോഡലും അതുപോലെ ചെസ്റ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 30 years back when I came here and looking down, is there any tea left over in the water? Nothing. But it's a history of the Boston. It's very famous. We all studied in the school, colleges. Anyway, ഇനി മറ്റൊരു സൈഡിലേക്ക് പോയിട്ട് കുറച്ചുകൂടെ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ റാപ്പപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ വിത്ത് us. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ. ഇവിടെ കുറേ അതിൻ്റെ ഹാർബർ ഏരിയ ഉണ്ട്. ഇവിടുന്ന് ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടികളുടെയാണ്. ഇത് എടുത്തുകൊണ്ട് വീക്കെൻഡിലും എപ്പോഴും ഞാൻ നോക്കി നിൽക്കുമ്പം തന്നെ പലരും ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. വളരെയധികം നല്ല രസമാണ്. കാരണം അങ്ങ് ദൂരെ അങ്ങ് പോകേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു വലിയൊരു ക്രാബ് റെസ്റ്റോറൻ്റാണ്. നിങ്ങൾക്ക് ഞാനങ്ങോട്ട് നടക്കുന്ന വഴി കാണാം. കൂടുതലും ഈ സീ സൈഡിലുള്ള മുഴുവൻ സീ ഫുഡൊക്കെ ഉള്ള വലിയ വലിയ റെസ്റ്റോറൻറ്റുകളാണ്. ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇതെല്ലാം പണ്ട് ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്ത് ഒന്നും ഡെവലപ്ഡ് ആയിട്ടില്ലായിരുന്നു. കാരണം കടകളൊന്നും ആയിട്ടില്ല. ഈ കടയുണ്ട്. ഈ കടയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇവിടെ നടന്ന് നേരെ നമുക്ക് ഇത് എ വെരി ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ് ഉണ്ട് ഇവിടെ. ശരിക്കും എത്ര ദൂരം വേണേലും നമുക്ക് നടന്നാൽ മതിയാകാത്ത ഒരു ഏരിയയാണ്. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദൂരെ എവിടെയെങ്കിലും പോയി പാർക്ക് ചെയ്തിട്ട് വേണം. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. ദൂരെ അല്ലെങ്കിൽ മറ്റ് ടാക്സി പിടിച്ച് ഇവിടെ വന്നിട്ട്, കാരണം സൈഡ് പാർക്കിംഗ് ഇല്ലല്ലോ, കാരണം ബിസി അല്ലേ, അതുകൊണ്ടാണ്. ഇതൊരു പഴയ ഒരു ബ്രിഡ്ജായിരുന്നു. ഞാൻ വന്ന സമയത്തൊക്കെ ഇതിൽ ട്രാവൽ ഉണ്ടായിരുന്നു. അത് ബ്രിഡ്ജ് കളഞ്ഞിട്ടാണ് അങ്ങേ സൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് അവർ ഡിമോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നോക്കുമ്പം ഒരു ചെറിയ പായ്ക്കപ്പൽ കാണിക്കാം. ഞാൻ അങ്ങോട്ട് വരുന്നു. പോകാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അവരതെല്ലാം സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നത് അത് ഈ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ദൂരെ നിന്ന് ഇവിടെ ഈ ഇങ്ങോട്ട് ഇതുപോലെ വരും. നമ്മൾ ദൂരെ കാണുന്ന അതല്ല, അത് എൻ്റർടൈൻമെൻറ്റിനുള്ളതാണ്. ഇവിടുന്ന് പായ്ക്കപ്പൽ തന്നെ റൈഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഓരോ കമ്പനികൾ ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ 2-3 മാസം അവർ കാണും. അതൊരു പ്രാക്ടീസാണ്. അല്ല, അതിപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പായ്ക്കപ്പൽ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ഇന്നത്തെ കാലത്ത്. അപ്പം ഞാൻ നോക്കുമ്പോൾ അവരവിടെ എല്ലാം അതിൻ്റെ പായെല്ലാം അതിൻ്റെ ഓടാനുള്ള കാര്യങ്ങളെല്ലാം നേരെയാക്കുന്നു. ഞാനിതിൻ്റെ ബാക്കിൽ ഈ പായ്ക്കപ്പലിൻ്റെ ബാക്കിൽ വായിച്ചപ്പോൾ അത് വേറെ സ്റ്റേറ്റിൽ നിന്നുള്ളതാണ്, വളരെ ദൂരെയുള്ളതാണ്. ഇവിടുന്ന് അവിടം വരെ പോകണമെങ്കിൽ കുറേ ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ട് അവർ ലീവ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ആൾക്കാർ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആയിരിക്കും എല്ലാവരും മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ല, ഇതിനടിയിൽ വലിയ റൂമുകളൊക്കെ ഉണ്ട്. പുറമേ കണ്ടാൽ നമുക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇതുപോലുള്ള പല ലോങ് ഷിപ്പുകൾ കയറിയിട്ടുണ്ട്. അതിനടിയിലാണ് ഏറ്റവും വലിയ വളരെ അത്യാധുനികമായ റൂമുകളുണ്ട്. നമുക്ക് പുറമേ കണ്ടാൽ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൊളംബസ് ഇതുപോലെ ഒരു ഷിപ്പിലാണ് വന്നത്. അത് വേറെ സ്ഥലത്താണ് വന്നത്. ഒരു ദിവസം നമ്മളവിടെ പോകുന്നുണ്ട്. അവിടെ വന്നാണ് കൊളംബസ് ഇറങ്ങിയത്. അതും ഒരു ചരിത്രപ്രധാനമായ ഒരു ലൊക്കേഷനാണ്. അന്ന് മുതലാണ് ഇവിടുത്തെ താങ്ക്സ് ഗിവിങ് ഉള്ള പ്രോഗ്രാമുകൾ അമേരിക്ക മൊത്തം ആഘോഷിക്കപ്പെടുന്നത്. അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ ലൊക്കേഷനൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ കാണിക്കാം. അപ്പോൾ ഈ ഷിപ്പ് എനിക്ക് തന്നെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നി. ആൾക്കാരെല്ലാം അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ എഴുതി വെച്ചില്ല. എന്നാലും ഷിപ്പിൻ്റെ ബാക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഏത് സ്ഥലത്തു നിന്നുള്ളതാണ്. പിന്നെ ഈ സീസൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വാക്കിംഗ് സ്പേസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ആ ദൂരെ കാണുന്ന ആ വലിയ വലിയ ബോട്ടുകളൊക്കെ നമ്മളെ സീ ടൂറിനുള്ളതാണ്. ആ ടൂർ നമുക്ക് ടിക്കറ്റ് എടുക്കാം, ഇൻഡിവിജ്വലായിട്ട് നമുക്ക് റെൻറ്റ് ചെയ്യാം ഒക്കെയുണ്ട്. ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. ഏതാണ്ട് ലൈറ്റ്സൊക്കെ പോയി തുടങ്ങി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഇതാണ് ബോസ്റ്റണിൻ്റെ ഹാർബർ സൈഡ്. ഹാർബർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഷിപ്പുകൾ, ഈ സൈഡിലല്ല, വേറെ അതർ സൈഡിലാണ് ഷിപ്പ് വരുന്നത്. ഇവിടെ നിന്നാണ് കൂടുതലും ഈ എൻ്റർടൈൻമെൻറ്റ് ബോട്ട്സൊക്കെ സീയിലേക്ക് പോകുന്നത്. എസ്പെഷ്യലി വെയിൽ വാച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ദിവസം നമുക്കും പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈവനിങ് ആകുമ്പോൾ ആൾക്കാർ വന്നിരിക്കും. ബേസിക്കലി നമ്മൾ പാർക്ക് ചെയ്യുന്ന കുറച്ച് ഇച്ചിരി മാറി പാർക്കിംഗ് ഗാരേജ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വീക്കെൻഡിലാകുമ്പം വലിയ കുഴപ്പമില്ല, വലിയ ബിസി ഇല്ല. വീക്ക് ഡേയ്സ് ആണ് ഇച്ചിരി പാട്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇവിടെ നോക്കിയാൽ അതാണ് സിറ്റി ഓഫ് ബോസ്റ്റണിൻ്റെ മെയിൻ ഏരിയ, ദ സിറ്റി ഓഫ് ബോസ്റ്റൺ. ഇവിടെയാണ് ബോസ്റ്റണിൻ്റെ മിക്കവാറും എല്ലാ പിക്ചേഴ്സ് കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ്, അങ്ങ് ദൂരെ കാണുന്നതാണ്, ഞാൻ കാണിക്കാം, ആ ദൂരെ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ എൻട്രൻസ്. എയർപോർട്ടിൻ്റെ എൻട്രൻസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതിലേക്കുണ്ട് ചെറിയ ബോട്ടുകൾ, ഇതെല്ലാം ഇവിടെ നിന്ന് തുടങ്ങും. ഇതൊക്കെ വലിയ ഹൈലി ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഹോട്ടൽസ് അല്ല. അതുപോലെ താഴെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. ആരെങ്കിലും ബോസ്റ്റൺ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയിക്കുക, നമുക്ക് കാണാം.
ഇവിടെ ഇനി മുമ്പ് നേരത്തെ ലോങ് ഷിപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലോങ് ഷിപ്പുകളുടെ വേൾഡിൽ നിന്നുള്ള എല്ലാ ലോങ് ഷിപ്പുകളും ഇവിടെയായിരുന്നു ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹാർബർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണുന്നില്ല. ഇന്ന് ഇതൊക്കെ ഇവിടുത്തെയുള്ള ലോക്കൽസ് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ എൻ്റർടൈൻമെൻ്റായിട്ട് പോകുന്നതാണ്. നമുക്ക് റെൻറ്റ് ചെയ്യാം. വലിയ വലിയ ബോട്ടുകൾ പാർട്ടിയായിട്ട് റെൻറ്റ് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇനി ഏതെങ്കിലും മൂവിക്കാർ വരുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് ഇവിടെ വന്ന് കാണാം. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ഫോർ ഷൂട്ടിംഗ് ആസ് വെൽ, ഫോർ എ ഫിലിം, എനി ഫിലിം, in English or Malayalam or Hindi, Bollywood. It's a nice place. I just want to let you know this is a great place for, some songs, dance, anything you can do that. I would recommend, please be in touch if you have any interest like that. Thanks for watching 7 Seas Malu. This is EJ. I'm going to sign off shortly just to take a few more shots in the very last segment. Thank you. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫൈനലായിട്ട് ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. സ്പിരിറ്റ് ഓഫ് ബോസ്റ്റൺ. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സൈറ്റ് സീയിങ് ബിഗ് ബോട്ട് ഇൻ ദ സിറ്റി. മിക്കവാറും സ്കൂളിലെ ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോൾ ഇതിനകത്തായിരിക്കും പാർട്ടി നടത്തുന്നത്. പ്രോമോ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഇത് ചെയ്യാം, നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് കാണിക്കാൻ വളരെയധികം ആഗ്രഹം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതെല്ലാം ഇവിടുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ സെയിം ലൊക്കേഷനിൽ തന്നെയാണ്. താങ്ക് യു. ആൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് ആർ ഇറ്റ്സ് on this board, so you can pause it and read it. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിൽ ഷോട്ട്സൊക്കെ എടുത്തു. പക്ഷേ ചില സ്റ്റിൽ ഷോട്ട്സ് ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഫോട്ടോസ് എല്ലാം ഹൈ ഡെഫിനേഷനാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഐഫോൺ ആണെങ്കിൽ, ഇഫ് യു ഗോ ടു ക്യാമറ സെറ്റിങ്സ്, ക്യാമറ ചേഞ്ച് ദ ഫോർമാറ്റ് ഫ്രം ഹൈ ഡെഫിനിഷൻ ടു ദ മോസ്റ്റ് കമ്പാറ്റബിൾ വൺ. അന്നേരം നിങ്ങൾക്ക് JPEG ആയിട്ട് കിട്ടും. വളരെ സൈസ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ടിപ്പ് കൂടെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് വിളിച്ചതേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കാരണം ഞാനത് ബുദ്ധിമുട്ടി ഇങ്ങനെയുള്ള പിക്ചർ എടുത്തിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കിന് ഈസി ആയിട്ട് JPEG ആയി. Thanks for watching 7 Seas Malu. Please subscribe and like us. Take care.